എൻ്റെ മമ്മി വന്നിട്ടുണ്ട്. അപ്പം വന്നപ്പോൾ ഫോട്ടോകൾ നോക്കിയതാണ്. ഞാൻ സുഖമില്ല എന്ന് പറഞ്ഞ് കിടക്കാന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നതാണ്. ഇപ്പൊ എനിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. പണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ ഇത്. പൊട്ടിക്കാൻ വേണ്ടി എന്നും റൊട്ടി കിട്ടണം, നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പൊട്ട് പൊങ്ങുള്ളൂ മിക്കറ്. ലേസ് നോക്ക് അല്ല മിക്കറ് തൂങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കായി പോയി. തെറ്റിക്കാവട്ടെ. ദിവസം എനിക്ക് വാങ്ങിക്കൊണ്ട തരുന്നതാ മോന്. ദിവസം എനിക്കിത് കിട്ടണം. ഇതും മിക്സറും ഇവിടേക്ക് സ്ഥിരം വാങ്ങിക്കൊണ്ട തരുന്ന മോന് കടലിൽ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ 4 ആളില്ലേമ്മ. ബാക്കി പൈസ 3 മുട്ടായും. ഞങ്ങളിവിടെ 4 ആളുണ്ട്. 8 ബസ് പോയതാണ്. അങ്ങനെയാണ് വീടും അടുക്കളയും ആകെ അലങ്കോലായി കിടന്നിട്ട് അമ്മ ആൾക്കുപ്പിന് മൂന്ന്. ഇത് മാത്രമല്ല കേട്ടോ, ചോറുണ്ട്, ഓട്ടട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. സുഖമില്ലാണ്ട് ഇതേ കൂവപ്പൊടി ഉണ്ടല്ലോ അതുണ്ട്, വെള്ളം കാച്ചി കുടിക്കാൻ. വെളുത്തുള്ളി ഇഞ്ചിയും വരെ തോലൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചസാര, പിന്നെന്താന്നുള്ള മീൻ പൊരിച്ചത്. നീന്തുണ്ടായി അരിപ്പൊടി. അതങ്ങനെ നിങ്ങളേട്ടോ ഫ്രിഡ്ജിൻ്റെ മുള അരിപ്പൊടി. എല്ലാവരും കമൻറ്റ് ചോദിക്കല്ലേ പുനൂർ പോയില്ലേ. ഞാൻ ഇവിടെ എൻ്റെ വർക്ക് കൊണ്ടും മക്കളെ ക്ലാസ്, മോൻ 9ാം ക്ലാസ്, ഇതെല്ലാം കൂടിയായിട്ട് ഞാൻ പോവില്ല. ഇനി തന്നെ ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ടെന്താ എനിക്ക് ലാഭം. അടുത്താഴ്ച വരണേ അമ്മ. ഉമ്മ അടിച്ച ചവിട്ടിയാട്ടോ. ഇതിട്ടാ ഞാൻ പണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടിച്ചതാ ഇവിടെയൊക്കെ ഇട്ടത്. ഇത് എനിക്ക് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടെത്തന്നു. കാണുമ്പോ ഒരു ഗുമ്മും കിടക്കട്ടെ. പാദസരവും കിടന്നിട്ട് ഒരു ഗുമ്മും കിടക്കട്ടെ. ഇതൊന്നും തിന്ന് നോക്കുന്ന അമ്മ. തിന്ന് നോക്കി അതല്ല എന്താ ഇത്, അതല്ല ഇത് വേറെ. ഇത് പിടിയതാ നിൽക്കാണ്ടേ അതിൻ്റെ ടേസ്റ്റില്ല. ഓ അത് തിന്ന് നോക്കി. യോഗായിട്ട് തിന്നതിൻ്റെ എക്സ്പ്രഷനാണ് കാണിച്ചത്. തൈര് പഞ്ചാരട്ട്. അല്ലേ ഞങ്ങൾ വേണ്ടാന്ന് തന്നെ നിർത്തിയായി തൊള്ളാനൊക്കെ ഒരു
സാധനം കഴിച്ചു തരാവേ. ഓട്ടട എന്തടാ നല്ല എന്തമ്മ കോര കുട്ടിയായില്ല. പിന്നെ ചോറാട്ടോ, ചോറ് എനിക്ക് വേണ്ട. ഇത്രയും അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ ക്യാമറമാനാണ് തൊള്ള നോക്കുക. അപ്പം ഇതാണ് ഫുഡ് ഐറ്റംസിൽ കൊണ്ടുവന്നത്. ചിക്കൻ്റെ പീസ്, അയിലൻ്റെ പീസ്, ഇനി ഇതിൻ്റെ പീസാക്കാൻ എടുക്കണ്ട, ഇതിൻ്റെ പീസ് എല്ലാം കൂടി കൂട്ടിയിട്ട് വായിൽ ഈച്ച പോവും. വാ കൂട്ട്. മോക്ക് വേണ്ടേ? കുണുവാവക്ക് വേണ്ടേ? കുണുവാവ 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 വച്ചി. നമുക്ക് ഇഷ്ടമല്ലോ അവരെ. കോഴിൻ്റെ കാല് ഇങ്ങനെ പിടിക്കാം. അപ്പം ഞാൻ തുടങ്ങി ചെയ്യട്ടെ. സിനു 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 100 500 5000 അല്ല ഇതൊക്കെ ഹെഡ്സെറ്റ് ഫ്രീ ആക്കണേ. എങ്ങനാ? അപ്പം ദാ ഗൈസ് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ഈ തിരിച്ചു പോകാനേ. എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വന്ന് ചോറ് വെച്ച് കറി വെച്ച് പാത്രം കഴുകി ഒക്കെ കഴുകി വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് വരൂ സോഫിയ. പോയിട്ടോ പോയി മോളെ. ഞങ്ങൾ വരണട്ടോ. ടാറ്റാ. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഈ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റൊരാളുമില്ല എന്ന് പറയുന്നതൊക്കെ സത്യം തന്നെയല്ലേ. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോഴേക്കും ആദ്യം
അരുണിൻ്റെ അമ്മ കേട്ടോ. അരുണിൻ്റെ അമ്മ എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ചൊരു 8 കിലോമീറ്റർ മാക്സിമം. എൻ്റെ ഉമ്മാക്കൊരു 10-30 കിലോമീറ്റർ. അപ്പോൾ എനിക്ക് തലവേദന അറിയാമല്ലോ, എല്ലാവർക്കും തലവേദനയുള്ള കാര്യം. അപ്പോൾ കുറച്ച് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മാസവും എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ. പക്ഷേ എനിക്കത് കുറച്ച് വേദന കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറ്റ കിടത്തത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്നെ കാണാൻ വന്നാണ്. ചോറ് വെച്ച് കറി വെച്ച്, ചോറും കറിയൊക്കെ കൊണ്ടുവന്ന് കിട്ടും. ഉച്ചക്കേക്കുള്ളത് ഞങ്ങൾക്ക് ഇവിടേക്കുള്ളത് കൊണ്ടുവന്നിക്ക്. ഇവിടെ വന്നാരാ ചോറ് വെച്ച് കറി വെച്ച് ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ എന്തായാലും പാത്രം കുറേ ഉണ്ടായിരുന്നു കഴുകാൻ, അതൊക്കെ കഴുകി വെച്ച് ഒക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റേ ആരുമില്ല മക്കളെ. ഇതൊക്കെയാണ് മോളെ പ്രിയ നീയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. നിനക്ക് അമ്മ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നിനക്കും ഇങ്ങനെയൊക്കെ പോയി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അത് നിന്നെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല മോളെ. അമ്മയുടെ വില മനസ്സിലാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കരയിപ്പിക്കാതെ നിന്ന് നോക്ക്. ഒരു പക്ഷേ നിനക്കും ഇത് പോകണം. എൻ്റെ ഉമ്മാനെ പോലെ നിനക്കും നാളെ ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവും. എനിക്ക് ശരിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. നീ അന്ന് ആ ഒരു ഇഷ്യൂസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയില്ലേ? എല്ലാവരെ പോലെ ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തി തന്നെയാണ് നീയും. അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത്, ആരെയും വെറുപ്പിക്കരുത്. എടോ, വെറുപ്പിച്ചാൽ നമുക്ക് ഒരു പുതുജീവിതം തരുന്നത് ദൈവം എവിടെയോ തടസ്സപ്പെടുത്തി നിൽക്കുക നിൻ്റെയൊക്കെ കാര്യത്തിൽ. ആ തടസ്സം മാറണമെങ്കിൽ ഇനിയെങ്കിലും ഇതേപോലെയുള്ള അമ്മമാരെക്കുറിച്ച് വൃത്തികേട് പറയുന്നത് അവസാനിപ്പിക്കുക. നീ വൃത്തികേട് പറഞ്ഞ അമ്മയാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ നാളെ നിനക്കും നിൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റണമെന്നുണ്ട്. ഇതേപോലെയുള്ള അമ്മമാരാ അരുണിൻ്റെ അമ്മന എൻ്റെ അമ്മനൊക്കെ ഇങ്ങനെ വൃത്തികേട് പറയുന്നുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ മോളൊന്ന് ബാക്കോട്ട് വെച്ചോ. ആ കാര്യത്തിൽ നീ ലസിത പാലക്കലിനെ കണ്ട് തന്നെ പഠിക്കണം മോളെ. പക്ഷെ നീ ഇതൊക്കെ കണ്ട് പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. എന്നെ കണ്ട അസുഖക്കാരി എന്നൊന്നും പറയൂല, എങ്കിൽ പോലും ഇത്ര മാത്രമേ വീഡിയോസുള്ളൂ. അപ്പോൾ ടാറ്റാ.